പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിതുണ്ടാക്കാൻ പോണത് കുടപ്പുളി ലേഹ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്നെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പണ്ട് കാലത്ത് ഈ പ്രസവിച്ചിട്ട് വയറ് ചുരുങ്ങാനായിട്ട് ഉള്ളവർക്ക് കഴിക്കുന്ന ഒരു ലേഹ്യമാണ് കുടപ്പുളി ലേഹ്യം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കൽ, ഒരു ബുദ്ധിമുട്ടില്ലാത്ത സാധനമാണ്. ആകെപ്പാടി നാല് സാധനങ്ങൾ മാത്രം മതി. ഇത് കുടംപുളി 250 ഗ്രാം കുടംപുളിയാണ് നമ്മൾ ഇതിന് എടുക്കുന്നത് കേട്ടോ. അതൊരു കണക്കാണ്, 250 ഗ്രാം കുടംപുളി കേട്ടോ. പിന്നെ 600 ഗ്രാം തേങ്ങ ശർക്കര കേട്ടോ. പിന്നെ വേണ്ടത് ഇതാണ് സാധനം. ഇത് പച്ചമരുന്ന് കടയിൽ നിന്ന് കിട്ടും. ഇത് പൂക്കൽ ലേഹ്യം ഇങ്ങനത്തെ ലേഹ്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടാണ്. ഇതിൽ ഉലുവ, കുരുമുളക്, ആശാളി, വെളുത്തുള്ളി, മഞ്ഞൾ, കടുക്, ഏലക്കായ ഇങ്ങനെ കുറേ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഇത് അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു കൂട്ടിന് ഇപ്പോൾ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തരും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെയിലത്ത് ഒന്ന് ഉണങ്ങിയതാണ് ഈ സാധനം കണ്ട, ഉണങ്ങി ഇതാണ്. ഇത് വെയിലത്തിട്ട് വെറുതെ കുറച്ച് നേരം കൂടി വെയിൽ കൊള്ളിച്ചിട്ട് നമ്മളിത് മിക്സിയിൽ പൊടിച്ചു കൊണ്ടുവരാൻ പോകണം. ഇത് അതിന് മുമ്പ് ഞാൻ ഇത് കാണിച്ചു എന്ന് മാത്രം അറിയാം. ഇത് പൊടിച്ച മരുന്നുമായിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല. ഇതിന് ഓരോന്നിനെ ഇത്ര അളവുകളുണ്ട് കേട്ടോ. അല്ലാണ്ട് നമുക്ക് വെറുതെ ഇങ്ങനെ വാരി ഇട്ട് തരുന്നതല്ല. ഇതിന് ഓരോന്നിനും എടുക്കുന്നതിന് അളവുകളുണ്ട്. അപ്പോൾ നമുക്കിത് പൊടിച്ചു കൊണ്ടുവരാം. നമ്മൾ ഇത് മിക്സിയിൽ പൊടിച്ചു കൊണ്ടു കേട്ടോ. പിന്നെ 3-4 ഗ്ലാസ് വെള്ളം കേട്ടോ. ഇത് വെള്ളം അല്പം കൂടിയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് വറ്റിച്ചെടുക്കണം എന്നുള്ള ഒരു കുഴപ്പമുള്ളൂ. 3-5 ഗ്ലാസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ കുടംപുളിയില്ലേ, ഇത് വേവിക്കാൻ പോണ്. ഈ പറഞ്ഞ വെള്ളത്തിൽ അത് വേവിക്കുന്നത് നമ്മൾ മൺകലത്തിലാണ് വേവിക്കുന്നത്. ഇതിന് ഭയങ്കര പുളിയുള്ളതാണ്. അപ്പോൾ എപ്പോഴും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയുള്ള സാധനം കൊണ്ടാണ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമ്മൾ കുടംപുളി കലത്തിലിടണം. അയ്യോ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. ഈ കുടംപുളിയില്ലേ, ഇത് കഴുകിയതാണ് കേട്ടോ. കഴുകിയിട്ട് വേണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ. കാരണം ഇതിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ കുറേ പൊടിയും ഇതും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ കഴുകിയോളാം. ഇനി നമ്മൾ ഈ വെള്ളം ഒരിക്കൽ ഒഴിക്കണം. വേവിക്കാൻ പോകണം കേട്ടത്. തീ കത്തിക്കണം. നമ്മളത് മൂടി വയ്ക്കുന്നുണ്ട്. നമ്മുടെ കുടംപുളി നന്നായി തിളക്കിണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് കിടന്ന് തിളക്കിട്ടെ. അപ്പോൾ ഇതിലത്തെ കംപ്ലീറ്റ് എന്നിട്ട് സത്ത് ഈ വെള്ളത്തേക്ക് കണ്ട് ഊറി വരട്ടെ കേട്ടാ. നമ്മുടെ കുടംപുളി തിളച്ചിട്ട് 10 മിനിറ്റായി. നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഈ വെള്ളമല്ലേ അത് ഊറ്റിയെടുക്കാം. നമ്മളത് ഒരു ഡവറിലേക്ക് ഊറ്റണം കേട്ടോ. ഭയങ്കര ചൂടാ. നമ്മൾ ഒന്ന് ഇങ്ങനെയുണ്ട് കൊറ്റനെന്ന് ഇങ്ങനെയൊന്ന് പിഴിയണല്ലോ. ഇത് കളയുന്നുണ്ട്, ഇത് വേണ്ട നമുക്ക്. ഇനി നമ്മൾ ഈ കലത്തിലേക്ക് തന്നെ ഈ പുളിവെള്ളമല്ലേ ഒഴിക്കണം. ഈ തെങ്ങ് ശർക്കരയില്ലേ അത് ഇതിലിട്ടിട്ട് ഉരുക്കാൻ പോണു. ശർക്കര ഉരുക്കി തുടങ്ങിയിട്ടാ. അപ്പോൾ ഈ ശർക്കരയില്ലേ എന്തിനാണ് ഇതിൽ തന്നെ ഉരുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, അല്ലെങ്കിൽ നമ്മൾ വേറെ വെള്ളത്തിലാക്കുമ്പോൾ ആ വെള്ളം കൂടി നമുക്ക് ഇത് മുഴുവൻ വറ്റിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ആ വെള്ളം കൂടി വറ്റിക്കേണ്ട സമയ നഷ്ടം, ഗ്യാസ്, കുറേ കാര്യങ്ങളില്ലേ അതിലേക്ക് നഷ്ടം വരുത്തുണ്ടാ വെച്ചിട്ടുണ്ട്. പിന്നെ എത്ര സമയം നമ്മൾ കൂടുതൽ ഇളക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലിട്ടിട്ട് തിളപ്പിക്കുന്നത്. നമ്മുടെ ശർക്കര ഉരുക്കിയിട്ടാ കണ്ട, പുളിവെള്ളത്തിൽ ശർക്കര ഉരുക്കി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് വീണ്ടും ഒന്നരിക്കണം. നമ്മൾ ഈ പുളി അരിച്ച അരിപ്പരനെ അരിക്കുന്നത് കേട്ടോ. ഇത് മൺചട്ടിയാണ്, മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇതിൽ അരിക്കണം. ഭയങ്കര ചൂട്. ഇനി ഇത് നമ്മൾ അടപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. നമ്മൾ അടപ്പത്ത് വെച്ചു. ഈ സാധനം ഇളക്കിക്കൊണ്ടിരിക്കണം. മോളിൽ നിന്ന് തട്ടണ സൗണ്ട് കേൾക്കാം. സ്വർണ്ണപ്പണീൻ്റെയാണ്. ചെറിയ ചെറിയ ശല്യം ഉണ്ടാവും, കുഴപ്പമില്ലെന്നുകൊണ്ട്. ഇതേ നമ്മൾ ഓട്ടൂറിയിൽ വയ്ക്കാൻ പാടില്ല. പിന്നെ ഇൻഡാലിയത്തിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് നമുക്കിത് പറഞ്ഞു തന്നാൽ വൈദ്യർ പറഞ്ഞത്. പക്ഷേ ഏറ്റവും നല്ലത് ഈ മൺചട്ടിയാണ്.
മൺചട്ടിയിലാണ് ഈ സാധനം. അലുമിനിയം ഉള്ളതല്ലേ അതിന്റെ പ്രവർത്തനം നടക്കാൻ സാധ്യതയുണ്ട് എന്തെങ്കിലുമൊക്കെ. പുളിയുള്ള സാധനങ്ങൾ അലുമിനിയത്തിൽ ആക്കരുതെന്നല്ല പറയണത്. പിന്നെ ഈ സാധനം സൗന്ദര്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന സാധനമാണെന്ന് അറിയാലോ. സരിതിക്ക് ഇത്തിരി കൊടുക്കാല്ലേ, ഈ ഭംഗിയാണ് കൂട്ടല്ലേ. എനിക്ക് 2-3-4 കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ ഈ സാധനം ഉണ്ടാക്കാനും പറഞ്ഞിട്ട്, ഈ കുടപ്പുളി ലേഹ്യം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഒരു 3-4 പേര് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ബെസ്റ്റ് സാധനം പറയണേ. പിന്നെ അത് കുട്ടികൾക്ക് കൊടുക്കരുതിട്ടാ, പ്രായപൂർത്തിയായവർക്ക് മാത്രം. 18 വയസ്സിന് ആണുങ്ങൾക്ക് കഴിക്കാൻ പാടും. ആണുങ്ങൾക്ക് കഴിക്കാം. വയറ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെയുണ്ട് വല്ലാണ്ട് തിന്ന് കൂട്ടരുത്. ഇത് കാലത്തും വൈകുന്നേരം ഓരോ ടീസ്പൂൺ വീതം കഴിക്കണ്ട കേട്ടാ. ഇത് ഈ ഒരു സാധനം ഒരു 2 ആഴ്ചയ്ക്ക് നിൽക്കും. അതിനുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുള്ളതാണ് വൈദ്യർ നമുക്ക് തന്നത് കേട്ടാ. ഇത് ഇളക്കി പാവ് പരുവാണം ഈ സാധനം. ഇന്നലെ മീൻ, അതായത് ഫിനിഷിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞു AJU'S സബ്സ്ക്രൈബേഴ്സ് സത്യത്തിൽ അവർ വരുന്നതുകൊണ്ട് നമുക്ക് വിഷമാത് കാര്യങ്ങളുണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ പറഞ്ഞത്. അതായത് നമ്മൾ ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കണ്ട, അതിൻ്റെ ഇടയിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വന്നത് കൊണ്ടുള്ള ആ എക്സ്പ്രഷനാണ്. അല്ലാണ്ട് അവർ വരുന്നത് സന്തോഷം തന്നെയുള്ളൂ. ആര് വരുന്നത് അവർ എറണാകുളത്തുള്ള ആളുകളാണ്, അവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അവർ ഇങ്ങോട്ട് അവരെ വീട്, അതായത് അവരെ തറവാട് വീട് തൃശ്ശൂരാണ്. അപ്പോൾ അവർ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ കാണാൻ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരാണെങ്കിൽ സന്തോഷമുള്ള കേട്ടോ നമ്മളുള്ള. പക്ഷേ വേറെ കാര്യം, അവർ വിളിച്ചിരുന്നു പറഞ്ഞു, ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫോൺ ഒരിക്കലും എടുക്കാൻ പറ്റില്ല, സൈലൻ്റ് ഇട്ട് വയ്ക്കും. വിളിച്ചിരുന്നു പക്ഷെ നമ്മൾ അറിഞ്ഞില്ല. അപ്പൊ അവർ അപ്രതീക്ഷിതമായിട്ട് വന്നു. അങ്ങനെ ശേഷം ഫോൺ എടുത്തപ്പോഴാണ് മിസ് കോളുകൾ കാണുന്നത്. അപ്പൊ ഇതിൽ കമന്റുകള് സബ്സ്ക്രൈബേഴ്സ് ഓടിക്കോ നമ്മുടെ ജ്യോതിഷ് കമന്റ് ഇട്ടുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേട്ടന്മാർ 2 അനിയനും ചേട്ടനൊക്കെ എത്തി പെട്ട കയറിയിട്ടുണ്ട്. അപ്പം എൻ്റെ തലമുടിയും വിഗാണെന്ന് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു കമന്റില്. സത്യത്തിൽ വിഗല്ലേട്ടാ, അത് ഒറിജിനൽ മുടി തന്നെയാണ്. പണിയൊന്ന് പരിശോധിക്കാം. ഞാൻ അതിൻ്റെ അവിടെ നിന്ന് നീന്നിട്ടാണ് ആക്കണത്. മുടി എനിക്ക് കൊഴിച്ചിലൊന്നുമില്ല എൻ്റെ കളിക്കേണ്ടത്. പിന്നെ നമുക്കൊരു ദുബായിൽ നിന്നൊരു കത്ത് വന്നിട്ടുണ്ട് കണ്ട. അജിത് കുമാർ എസ്, താമരശ്ശേരി ഹൗസ്, ഒല്ലൂർ PO, തൃശ്ശൂർ. അയച്ചോണത് വിവേക് മേനോൻ, ദുബായിൽ നിന്ന് അയച്ചോണത്. ആള് ബെസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് ആണ് വിവേകിന്റെ ഹാൻഡ് റൈറ്റിംഗ്. കത്ത് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒരു അതിലൊരു ഇതുണ്ട്, ജഗുവിന് 4 പേന. അപ്പൊ ഞാൻ കത്തെഴുതുന്നവരെ ശ്രദ്ധിക്ക്, കത്തിന്റെ ഒപ്പം സമ്മാനം വേണമെന്നൊന്നുമില്ല കേട്ടാ, കത്ത് മാത്രം മതി. നിങ്ങളുടെ സ്നേഹം മാത്രം മതി, കത്തും മതി. അപ്പൊ ഈ കത്ത് വെറുതെ ഞാൻ വെറുതെ വായിക്കാം. കത്തൊന്ന് കാണിച്ചത്, കത്ത് കാണാൻ പറ്റുമോ? ഇത് കയ്യക്ഷരം നോക്കിയേ, അതിസുന്ദരമായ കയ്യക്ഷരം കണ്ടാ, എന്തൊരു ഭംഗിയല്ല കാണാൻ. നന്നായിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എൻ്റെ വളരെ മോശം ഹാൻഡ് റൈറ്റിംഗ്. ചേട്ടൻ്റെ നല്ല ഭംഗിയായിട്ടാ ഹാൻഡ് റൈറ്റിംഗ്. ചേട്ടൻ നല്ല ഭംഗിയിൽ എഴുതും. ഇനി ഞാൻ വായിക്കാം. ഡിയർ അജു ചേട്ടൻ, സരിത ചേച്ചി, നിങ്ങൾക്ക് 2 പേർക്കും മോൻ ജഗുവിനും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് വിവേക് എന്നാണ്. ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്നു. AJU'S വേൾഡിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. നിങ്ങളുടെ എല്ലാ വീഡിയോസും എനിക്കിഷ്ടമാണ്, പ്രത്യേകിച്ച് ചരിത്രം ഞങ്ങളുടെ ഈ ഗൾഫ് വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചരിത്രം വീഡിയോസ് കണ്ടിരിക്കാൻ ഒരു രസം തന്നെയാണ്. ഞാൻ ഇതുവരെ ഒന്നിനും കമൻറ്റ് ഇട്ടിട്ടില്ല. കത്തുകൾ വായിക്കുന്നത് വളരെ ഇഷ്ടമാണെന്ന് സരിതി ചേച്ചി ഈടെ പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് ഈ കത്ത് എഴുതാൻ തീരുമാനിച്ചത്. നാട്ടിൽ കൊച്ചിയിലാണ് എൻ്റെ വീട്. കൃത്യമായി പറഞ്ഞാൽ എറണാകുളത്ത്, രവിപുരം അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ. വീട്ടിൽ ഇപ്പോൾ അച്ഛമ്മയാണ് ഉള്ളത്. 7 കൊല്ലമായി ഞാൻ ദുബായിലാണ്. കുട്ടിക്കാലത്ത് പൂരം കാണാൻ 2-3 തവണ അച്ഛനോടൊപ്പം തൃശ്ശൂർ വന്നിട്ടുണ്ട്. 2008 അവസാനമായി തൃശ്ശൂർ വന്നത്. മഹാരാജാസ് കോളേജ് ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമായി കേരളവർമ്മ കോളേജിൽ ഒരു മാച്ച് കളിക്കാനാണ് അന്ന് വന്നത്. 2008. അടുത്ത പ്രാവശ്യം വരുമ്പോൾ തീർച്ചയായും നിങ്ങളെ വന്ന് കാണുന്നതാണ്. ഇനിയും കുറേ കാര്യങ്ങൾ എഴുതണമെന്നുണ്ട്, പക്ഷേ സമയക്കുറവ് കാരണം തൽക്കാലം നിർത്തുന്നു. അവസാനമായി ചേച്ചിയോട് ഒരു റിക്വസ്റ്റ്.
അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ അർച്ചന പുഷ്പമാലിയുമായി എന്ന പാട്ട് സരിത ചേച്ചിയുടെ സ്വരത്തിൽ കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഒന്ന് പാടുമോ? ഇത് എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് പാട്ടാണെന്ന്. ചേട്ടൻ ചേച്ചിക്കും ജഗുവിനും എല്ലാ ആശംസകളും നേരുന്നു. ആയുസ്സും ആരോഗ്യം നൽകി ഈശ്വരൻ നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെന്ന് സ്നേഹപൂർവ്വം വിവേക്. ജഗുവിന് ഒരു ചെറിയ ഗിഫ്റ്റ് ഈ കത്തിനൊപ്പം അയക്കുന്നുണ്ടെന്ന്. പിന്നെ ആള് വേറെ സെപ്പറേറ്റ് ആയിട്ട് 3-5 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് എന്നിട്ടൊന്ന് നോക്കാം. മൈ ഫേവറേറ്റ് അജൂസ് വേൾഡ് വീഡിയോസ്, ചരിത്രം ഞങ്ങളുടെ എല്ലാ എപ്പിസോഡും, ചോച്ചേരിക്കുന്ന് അമ്പലം, സരിത ചേച്ചിയുടെ ഫാമിലി, ജഗൂസ് ബർത്ത്ഡേ, ഫാമിലി ഗെറ്റ് ടുഗദർ, പിന്നെ കോടീശ്വരന് ശേഷം സംഭവിച്ചത്, മറ്റേത് പിന്നെ 5ാമത് കോൾപ്പാടം യാത്ര, അജു ചേട്ടൻ അളിയന്മാരുടെ കാര്യം പറയുമ്പോൾ സരിത ചേച്ചിയുടെ അടക്കാനാവാത്ത ചിരി സൂപ്പർന്ന്. ഇങ്ങനൊരു കത്ത് തന്നോട് കേട്ടാ, വെറുതെ വായിച്ചു എന്ന് മാത്രമല്ല. അപ്പൊ നിങ്ങൾ കത്ത് അയച്ചോ? കുഴപ്പമില്ല, ഞാൻ കത്തുകൾ വായിക്കുന്നില്ല. ഭയങ്കര രസമല്ലേ കത്ത് വായിക്കുന്നത്? സമയമില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ കത്തൊന്നും എഴുതരുത് കേട്ടാ, വലിയ കത്ത് തന്നെ ആയിക്കോട്ടെ. അപ്പൊ വിവേകിന് നമ്മുടെ എന്താ പറയാ ഒരു ആശം, വിവേകിന്റെ അടുത്ത് ഞാൻ പറയട്ടെ ഒരു കാര്യം. അല്ല, ആ പാട്ട് പാടാൻ പറഞ്ഞതേ, ആ പാട്ട് എനിക്ക് അറിയില്ല. ഞാൻ എന്നിട്ട് ഇത് കത്ത് വന്നതിന് ശേഷം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കേട്ട് നോക്കിയ പാട്ട്. ഞാൻ ആദ്യമായിട്ടാ പാട്ട് കേൾക്കണേ. അതെ, പാട്ട് പാടിപ്പോ എന്ത് തോന്നി? അല്ല, പാട്ട് ഞാൻ കേട്ടു എന്ന് പറയാ. ആദ്യത്തെ വരി പാടാട്ടെ വിവേകെ. അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ അർച്ചന പുഷ്പമാല്യമായി, അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ അർച്ചന പുഷ്പമാല്യമായി. അടുത്ത വരും കൂടി പാടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പൊ കത്തുകൾ അയക്കേണ്ട വിലാസം അറിയാലോ. അജിത് കുമാർ എസ് എന്ന് പറഞ്ഞാലും അജു ടി എസ് എന്ന് പറഞ്ഞാലും കിട്ടും. പിന്നെ താമരശ്ശേരി ഹൗസ്, പെരുവാങ്കുളങ്ങര എന്നുള്ള ഒരു സ്ഥലമുണ്ട്. പെരുവാങ്കുളങ്ങര എന്നാണ് ഈ ഏരിയനെ പറയാം. പെരുവാങ്കുളങ്ങര അത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. പി ഒ ഒല്ലൂർ മതി. ഒല്ലൂർ പി ഒ എന്ന് പറഞ്ഞാലും ഇവിടെ കിട്ടും കേട്ടോ. തൃശ്ശൂർ ജില്ല. പിന്നെ പിൻകോഡ് വേണമെങ്കിൽ പറഞ്ഞുതരാം, 680306 കേട്ടാ. ഒന്നുകൂടി പറഞ്ഞാ മതിയില്ല. കത്തുകൾ അയക്കേണ്ട വിലാസം. ജഗ്ഗുവിന്റെ കൂട്ടുകാരൻ കളിക്കാൻ വന്നിട്ടുണ്ട്. ജഗ്ഗുന് എത്തില്ലടാ, വലിയ സൈക്കിളാടാ. സൗന്ദര്യം കൂട്ടാനുള്ള സാധനം കേട്ടാ. ഇതിന്റെ പുക വരെ അടിക്കണത് നമുക്ക് സൗന്ദര്യം കൂട്ടുന്ന പറയണത്. എനിക്ക് ഭംഗി കൂടി നോക്കിയാ എന്നെ കാണുമ്പോ എങ്ങനെയുണ്ട്? മറ്റേ പപ്പു ചോദിക്കണ പോലെ ചോദിക്കേ. ദാസപ്പൻകുട്ടിയെ എന്നെ കാണുമ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ട? കാണുമ്പോ കുഴപ്പം തോന്നില്ല, പക്ഷെ ഒരു 5 മിനിറ്റ് ചേട്ടന്റെ സംസാരം കേൾക്കുമ്പോ തോന്നും എന്തോ എവിടെയോ കുഴപ്പമുണ്ട്. നമ്മുടെ ഈ ശർക്കര നീര്, പുളിയും ശർക്കരയും കൂടിയിട്ടുള്ള നീര് കണ്ട പാവ് പരുവായി തുടങ്ങി. ആ സമയത്താണ് നമ്മൾ ഈ പൊടിച്ചു കൊണ്ടുവന്നുള്ള മരുന്നില്ലേ, ആ മരുന്ന് പൊടി ഇതിലിടാം. കുറച്ചിട്ടളക്ക് കുഴപ്പമില്ല. ശരിക്കും മരുന്നിന്റെ മണം വരുന്നുണ്ട്. മറ്റേ ശരിക്കും മരുന്നിന്റെ മണം വന്നു. പ്രസവരക്ഷാ മരുന്നുകളില്ലേ, അതിന്റെ മണം വന്നു അല്ലേ? കാരണം ഈ കൂട്ട് എല്ലാത്തിലും ഇത് തന്നെയല്ലേ ഇടുക. ഈ കൂട്ടാണ് മെയിനായിട്ട്. പൂക്കുലിലേക്കായാലും പിന്നെ എന്നിട്ട് പറയാ കോഴിമരുന്നിലായാലും ഒക്കെ തന്നെയാ. ഇതിന്റെ മരുന്നില്ലേ, അത് എവിടെ നിന്ന് കിട്ടാന്ന് കുറെ പേര് ചോദിക്കാറുണ്ട്. പച്ചമരുന്ന് കടയിൽ പോയി കഴിഞ്ഞ് കിട്ടൂട്ടാ. അവിടെ പറഞ്ഞാൽ മതി, അപ്പോൾ അവർ തരും എടുത്ത് ഈ സാധനം. ഇതിങ്ങനെയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടാ. ലേഹ്യ പരുവാക്കി മാറ്റിയെടുക്കണം നമുക്ക്. ഇതിപ്പോൾ മരക്കൈലായ കാരണം നമുക്ക് ഇളക്കുമ്പോൾ ശബ്ദമൊന്നുമില്ല. ഇതിൻ്റെ തീയില്ലേ, തീ സാധാരണ ലെവൽ പോലെ കത്തിച്ചാൽ മതിട്ടാ. വല്ലാണ്ട് പാളിച്ച്, അതായത് നന്നായി ഉയർത്തി കത്തിക്കൊന്നും വേണ്ട, സാധാരണ പോലെ വയ്ക്കാൻ മതി. പണ്ട് കാലത്ത് ഈ മരുന്ന് അത് ഉരലിലാണ് ഇടിച്ചിട്ടുണ്ടായിരുന്നത്. ഇടിച്ച് പൊടിയാക്കും.
ഇടിച്ച് പൊടിയാക്കിയിട്ടാണ് അവർ ചെയ്തു തുടങ്ങുന്നത്. എല്ലാ വീട്ടിലും അല്ല പ്രസവിച്ച് കിടക്കുന്ന വീടുകളിൽ ഈ മരുന്ന് നിർബന്ധ. മരുന്ന് എന്ന് പറയും ചേട്ടൻ. മരുന്ന് നിർബന്ധ. പക്ഷേ തൃശ്ശൂർക്കാരെല്ലാവരും മരുന്ന് എന്ന് പറയുന്നു വിചാരിക്കരുത് കേട്ടാ. നമ്മളൊക്കെ മരുന്ന് എന്നാ പറയാ, ചേട്ടൻ മരുന്ന് എന്ന് പറയും. മിളക് മിളക് നമ്മൾ തൃശ്ശൂർക്കാർ മിളക്, അത് എത്ര ശ്രമിച്ചാലും മുളക് എന്ന് വരില്ല. എല്ലാവരും ഓരോ വട്ടം വീഡിയോ ഇടുമ്പോഴും പഠിപ്പിച്ചു തരും, മിളകല്ല മുളക്. ഈ മരുന്ന് ഇതിലത്തെ ഈ പൊടി മരുന്നുകളില്ലേ, ഇപ്പോൾ പൊടിച്ച സാധനങ്ങളില്ലേ, അതൊക്കെ വേവണം നന്നായിട്ട്. ഏതെല്ലാം പറഞ്ഞേ, ഏതിലാണ്ട് പറഞ്ഞു ഒരു ഇതിൽ കേട്ടാണ് ഐശ്വര്യായി ഒക്കെ ഇത് കഴിച്ചിട്ടാണ്. ഐശ്വര്യായി അപ്പൊ അല്ലാണ്ട് ഭംഗിണ്ട് അല്ല, പ്രസവം കഴിഞ്ഞപ്പോ തടി കുറയ്ക്കാൻ അങ്ങനെയാണല്ലേ കൊടപ്പുളി ലേഹ്യം കഴിച്ചിട്ടാണ്. പിന്നെ സോനാക്ഷി സിൻഹ കൊടപ്പുളി ലേഹ്യല്ലേ, കൊടപ്പുളി വെള്ളല്ലേ, ലേഹ്യാണോന്ന് അറിയില്ല, കൊടപ്പുളിയാണ് അവരുടെ വണ്ണം കുറഞ്ഞതിന്റെ രഹസ്യം എന്ന് പറയുന്നു അല്ലേ. വയറുവേദനയ്ക്കൊക്കെ നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സാധനം അല്ലേ. പണ്ടുള്ളവർക്ക് തന്നെ വയറുണ്ടായിരുന്നു, തിന്നാൻ വല്ലതും കിട്ടിയിട്ടില്ലെങ്കിലല്ലേ വയറുണ്ടാവുള്ളൂ. ആയിട്ടില്ല, കുറച്ചു നേരം കൂടി. ഇതിന്ന് സ്വല്പം എടുത്തിട്ടുണ്ട് സരിദിക്കുന്ന ടേസ്റ്റ് നോക്കാനായിട്ട്, വെറുതെ. അല്ല ഇടയിൽ ഒന്ന് നോട്ടെ, ടേസ്റ്റ് നോക്കിട്ട് അഭിപ്രായം പറയറി. മരുന്നില് ടേസ്റ്റ് നോക്കണ്ട കാര്യമില്ല, ഉണ്ടാക്കുമ്പോ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അല്ല ഇതിൽ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടത്, ചൂടാറിയിട്ട് അവസാന നിമിഷത്തിലേക്ക് ആയിട്ടാ നമ്മുടെ ശരീരത്തിന് തൊട്ട് നോക്കി എങ്ങനെയുണ്ടെന്ന് സാധനം. ചൂടാറിയാ? ചൂടാറിയുണ്ട്. ബാക്കിയുള്ള ഞാൻ തിന്നാം. പുളിയുടെ ഭയങ്കര ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇത് കഴിക്കുമ്പോ എങ്ങനെയാണ് വണ്ണം കുറയണേന്ന്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കഴിച്ച ഭക്ഷണം പോലെ ഛർദിച്ചു പോകും. അങ്ങനെ വയറ്റിലുള്ള സാധനങ്ങളൊക്കെ പോകും, അങ്ങനെ വണ്ണം കുറയില്ലേ. വണ്ണം കുറയും. അത് എനിക്കങ്ങനെയാ തോന്നുന്നത്. അല്ല ഇവൾക്ക് അങ്ങനെ തോന്നുന്നത് അത് നോക്കണ്ട, നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചോട്ടെ നേരിട്ട്. പല കോടപ്പുളി ലേഹ്യം എന്ന് പറയുമ്പോ എങ്ങനെയാലും പുളി തന്നെ ആയിരിക്കും, പക്ഷെ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ആ കോടപ്പുളി കണ്ട് അരച്ചിൽ ചേർത്തണെങ്കിലോ കൊറ്റ പിഴിഞ്ഞ് കളഞ്ഞാണ് അപ്പൊ കംപ്ലീറ്റ്. വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളതില്, വെള്ളം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോടപ്പുളി ആണെങ്കിൽ ഇരട്ടി പുളി ആയിരിക്കും. നമ്മുടെ കോടപ്പുളി ലേഹ്യ പരിവായിട്ടാ, ലേഹ്യത്തിൻ്റെ പോലെ നമ്മളിതിൻ്റെ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. ഈ സാധനം ചൂടാറി കഴിഞ്ഞിട്ട് ഒരു കുപ്പിയിലേക്കാക്കി വയ്ക്കുക, എന്നിട്ട് കാലത്തും വൈകുന്നേരം അങ്ങോട്ട് കഴിക്കുക. ഇതിപ്പോൾ ഒരു 2 ആഴ്ചയിലുണ്ടാവും, 2 ആഴ്ച കൂളായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ ടേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല, സരിത ടേസ്റ്റ് പറഞ്ഞു, ഇതിൻ്റെ കഴിച്ചു കഴിഞ്ഞുള്ള അവസ്ഥയും പറഞ്ഞു. പുളി ഉണ്ട് നല്ലോണേ, നമുക്ക് പുളി, എനിക്ക് അത്ര പുളി ഇഷ്ടമില്ല. പറഞ്ഞു ചേട്ടൻ പറഞ്ഞു. അപ്പോൾ പുളി പ്രശ്നമില്ല, മരുന്നിനകത്തൊക്കെ കാര്യങ്ങൾ നോക്കണ്ടട്ടാ. ഇതിലും എത്രയോ കഷായം പോലത്തെ സാധനം. പിന്നെ ഇത് കൊടപ്പുളി കുറേ കാര്യങ്ങൾക്ക് നല്ലതാണല്ലോ, നല്ല കൊളസ്ട്രോളിന് ഉണ്ടാക്കാനും ഒരു പ്രത്യേക ആസിഡ് ഉണ്ട്, നമ്മുടെ സൗന്ദര്യം കൂട്ടുന്ന ആസിഡാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. HCA ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് സാധനം സൗന്ദര്യം കൂടുന്ന സാധനല്ലേ. അതിന് കുറെ ഗുണങ്ങളുണ്ട്. ഈ കൊളസ്ട്രോളിനും പിന്നെ തടി കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനും കൊഴുപ്പടിഞ്ഞു കൂടുന്നത് തടയാൻ. ഇതെല്ലാവരും ഉണ്ടാക്കാട്ടാ, എല്ലാവരും ഉണ്ടാക്കില്ല, ആവശ്യക്കാരുണ്ടാക്കാം, അല്ലാണ്ട് എല്ലാവരും ഉണ്ടാക്കാൻ പറയില്ലേ, ആവശ്യക്കാർ മാത്രം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.